നമ്മുടെ ഗ്രാമർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലെ 5ാമത്തെ ലെസൺ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 4 ലെസണിൽ നമ്മൾ ഗ്രാമറാണ് മെയിൻലി ഡിസ്കസ് ചെയ്തത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ നിത്യജീവിതത്തിൽ എവരിഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ചും ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന, അത്യാവശ്യം വരുന്ന കുറച്ച് സെൻറ്റൻസസ് അത് ഏതെല്ലാമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ലെസണിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഒരു ടിക്കറ്റിന് എത്ര രൂപയാവും, എന്ത് ചിലവ് വരും, അതെല്ലാം നമുക്ക് അന്വേഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇപ്പോൾ ബാംഗ്ലൂരിലേക്കുള്ള ഒരു ടിക്കറ്റിന് എത്ര രൂപയാണ്, ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഹൗ മച്ച് ഈസ് എ ടിക്കറ്റ് ടു ബാംഗ്ലൂർ. എങ്ങനെ പറയാം? ഹൗ മച്ച് ഈസ് എ ടിക്കറ്റ് ടു ബാംഗ്ലൂർ. ബാംഗ്ലൂരിലേക്കുള്ള ഒരു ടിക്കറ്റിന് എത്ര രൂപയാവും? ഹൗ മച്ച് എന്ന് പറയുമ്പോൾ എത്ര രൂപയാവും എന്നാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഹൗ മച്ച് ഈസ് എ റിട്ടേൺ ടിക്കറ്റ് ടു ചെന്നൈ. ഇതിപ്പോൾ നമ്മൾ ഹൗ മച്ച് ഈസ് എന്ന് പറഞ്ഞത് ഒരു ടിക്കറ്റ് ആയതുകൊണ്ടാണ്. ഒന്നിൽ കൂടുതൽ ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസിന് പകരം ആറാണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ ഹൗ മച്ച് ആർ 2 ടിക്കറ്റ്സ് അല്ലെങ്കിൽ 4 ടിക്കറ്റ്സ്, എത്ര ടിക്കറ്റ്സ് ഉണ്ടെന്ന് അത് പറയാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 6 ഉപയോഗിക്കുക, ഒന്നേ ഉള്ളുവെങ്കിൽ ഈസ് ഉപയോഗിക്കുക. എനിക്ക് ചെന്നൈയിലേക്ക് ഒരു ടിക്കറ്റ് വേണം. നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് നമുക്കൊരു ടിക്കറ്റ് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ പറയാം. ഇവിടെ 2 രീതിയിലാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ക്യാൻ ഐ ഹാവ് എ ടിക്കറ്റ് ടു ചെന്നൈ പ്ലീസ്? എനിക്ക് ചെന്നൈയിലേക്ക് ഒരു ടിക്കറ്റ് ലഭിക്കാമോ, കിട്ടാമോ, അതൊക്കെയാണ് ചോദിക്കുന്നത്. ഐ നീഡ് എ ടിക്കറ്റ് ടു ചെന്നൈ എന്ന് പറയുന്നതിലും പൊളൈറ്റ് ആണ് ഇങ്ങനെ ക്യാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ കുഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ക്യാൻ ഐ ഹാവ് എ ടിക്കറ്റ് ടു ചെന്നൈ പ്ലീസ്? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലും പറയാം, ഐ വുഡ് ലൈക്ക് എ റിട്ടേൺ ടിക്കറ്റ് ടു മുംബൈ, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് എ ടിക്കറ്റ് ടു മുംബൈ. അപ്പോൾ ക്യാൻ എന്ന് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇത് 2 രീതിയിലാണെങ്കിലും ഇത് വളരെ മാന്യമായ പൊളൈറ്റായ ഒരു രീതിയാണ്. ഐ നീഡ് എ ടിക്കറ്റിനോ ഐ വോണ്ട് എ ടിക്കറ്റിനോ പറയുന്നതിൽ കൂടുതൽ നല്ലതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലൈറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിനോ ബസ്സിനോ എങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ അതിന് എത്ര രൂപ ചിലവ് വരും എന്ന് അന്വേഷിക്കണമെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്താ പറയുക? അങ്ങോട്ട് ഫ്ലൈറ്റിന് പോകാൻ എത്ര രൂപയാവും അല്ലെങ്കിൽ എത്ര ചിലവ് വരും, അത് അന്വേഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഹൗ മച്ച് ഡസ് ഇറ്റ് ടേക്ക് ടു ഫ്ലൈ ദർ? ഫ്ലൈറ്റിന് പോവുക എന്നുള്ളതിന് ഫ്ലൈ ദർ എന്നാണ് ഇംഗ്ലീഷുകാർ പറയുക. ടേക്ക് ഫ്ലൈറ്റ് എന്നൊന്നും അല്ല പറയാറ്. ടേക്ക് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ പേടിച്ചോടുക അങ്ങനെയൊക്കെയാണ് അതിനർത്ഥം. അതുകൊണ്ട് ആ എക്സ്പ്രഷൻ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ടേക്ക് എ പ്ലെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്ലൈ ദർ എന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ടു ഫ്ലൈ ദർ? അങ്ങോട്ട് ഫ്ലൈറ്റിന് പോകാൻ, പറക്കാൻ എത്ര രൂപയാകും? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, ഹൗ മച്ച് ഈസ് എ ഫ്ലൈറ്റ് ടിക്കറ്റ് ടു ലണ്ടൻ? ഇപ്പോൾ ലണ്ടനിലേക്കാണ് പോകേണ്ടതെങ്കിൽ ലണ്ടനിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന് എത്ര രൂപയാവും, എന്ത് കോസ്റ്റ് വരും? ഒരു കാർ വാടകയ്ക്ക് എടുക്കാൻ എത്ര രൂപയാവും? അപ്പോൾ നമുക്ക് എന്തിൻ്റെയെങ്കിലും ചെലവ് ചോദിക്കാൻ നമ്മൾ ഹൗ മച്ച് എന്നാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കാർ വാടകയ്ക്ക് എടുക്കാൻ എത്ര രൂപയാവും എന്ന് ചോദിക്കുന്നതിന് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര ചിലവ് വരും, അതാണ് ആ വാക്ക്, ആ എക്സ്പ്രഷൻ അർത്ഥം. അപ്പോൾ നമുക്ക് കാർ വാടകയ്ക്ക് എടുക്കുകയാണെന്നുള്ളതെങ്കിൽ ഹയർ എ കാർ. അപ്പോൾ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ടു ഹയർ എ കാർ? അപ്പോൾ നമുക്കൊരു കാർ വാടകയ്ക്ക് എടുക്കാൻ എത്ര രൂപ ചിലവ് വരും? രാത്രി താമസിക്കാൻ ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തേക്കാം. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഓവർനൈറ്റ് ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പകൽ പോയി അതിൻ്റെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമോ ഒക്കെ നമ്മൾ തിരിച്ചു വരുള്ളൂ എങ്കിൽ നമുക്ക് അവിടെ രാത്രി സ്പെൻഡ് ചെയ്യാൻ ഒരു സ്ഥലം വേണം അല്ലേ? അപ്പോൾ നമുക്ക് ഒരു റൂമോ, ഒരു ഹോട്ടലിൽ ഒരു റൂമോ അല്ലെങ്കിൽ ഒരു ലോഡ്ജോ എന്തെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ, മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, ഐ മൈറ്റ് ബുക്ക് എ ഹോട്ടൽ ഫോർ ദ നൈറ്റ്. രാത്രി താമസിക്കുക എന്നുള്ളതിന് ഫോർ ദ നൈറ്റിനെ പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനൊരു മൈറ്റ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തേക്കാം, ഐ മൈറ്റ് ബുക്ക് എ ഹോട്ടൽ ഫോർ ദ നൈറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റെൻറ്റ് ചെയ്യാൻ, വാടകയ്ക്ക് എടുക്കാൻ നമുക്കൊരു വല്ല റൂമും ഉണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ ഒരു ലോഡ്ജിൽ പോയിട്ടോ ഹോട്ടലിൽ പോയിട്ടോ നിങ്ങൾക്ക് അങ്ങനെ അന്വേഷിക്കണമെങ്കിൽ എന്ത് ചോദിക്കാം? ആർ ദർ എനി റൂംസ് ടു റെൻറ്റ് ഹിയർ? ഇവിടെ വല്ല റൂമും ഉണ്ടോ, റെൻറ്റ് ചെയ്യാൻ പറ്റിയ വല്ല റൂമും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്. ആർ ദർ എനി റൂംസ് ടു റെൻറ്റ് ഹിയർ? ഇനി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ബാഗുകൾ ഉണ്ടാവാറുണ്ടല്ലേ, അതിന് നമ്മൾ ലഗേജ് എന്ന് പറയും. ഇതിന് പ്ലൂറൽ ഫോം ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലഗേജ് എന്ന് തന്നെയാണ് എപ്പോഴും പറയുക, ലഗേജസ് എന്ന് പറയരുത്. അപ്പോൾ ലഗേജിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഡിറ്റർമിനർ മച്ചാണ്, മെനി ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ലഗേജ് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു ഗോട്ട് മച്ച് ലഗേജ്? ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചോദിക്കാം, ഡു യു ഹാവ് മച്ച് ലഗേജ്? അപ്പോൾ ഹാവ് യു ഗോട്ട് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡു യു ഹാവ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇത് രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. എനിക്ക് 10 മണിയോടെ എയർപോർട്ടിൽ എത്തിച്ചേരണം. അപ്പോൾ എനിക്ക് ഒരു ആവശ്യം നമ്മൾ പറയുകയാണ്, അത് നമുക്കത് ആവശ്യമായതുകൊണ്ട് നമുക്ക് ഐ നീഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഐ നീഡ് ടു ഗെറ്റ് ടു ദ എയർപോർട്ട് ബൈ 10 o'clock. അപ്പോൾ എത്തിച്ചേരണം, ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് നമ്മൾ പറയുക ഗെറ്റ് ടു എന്നാണ് പറയുക. നമുക്ക് റീച്ച് എന്നും ഉപയോഗിക്കാവുന്നതാണ്. റീച്ചിന് ശേഷം പ്രിപ്പോസിഷൻ ഒന്നുമില്ല, ഗെറ്റിന് ശേഷം ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഐ നീഡ് ടു ഗെറ്റ് ടു ദ എയർപോർട്ട് ബൈ 10 o'clock. ബൈ 10 o'clock എന്ന് പറയുമ്പോൾ 10 മണിയോടെ, 10 മണിക്ക് മുമ്പ് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ബിഫോർ 10 o'clock എന്ന് പറയും.
പറയും. അപ്പോൾ ഐ നീഡ് ടു ഗെറ്റ് ടു ദ എയർപോർട്ട് ബിഫോർ 10 o'clock എന്ന് പറഞ്ഞാൽ 10 മണിക്ക് മുമ്പ് അവിടെ എനിക്ക് എത്തിച്ചേരണം. റീച്ചും ഉപയോഗിക്കാം. ഐ നീഡ് ടു റീച്ച് ദ എയർപോർട്ട് ബൈ 10 o'clock. എനിക്ക് 10 മണിയോടെ എയർപോർട്ടിൽ എത്തിച്ചേരണം. അപ്പോൾ നമുക്ക് ഐ നീഡ് എന്നുള്ളതിന് പകരം നമുക്ക് അവിടെ ഇപ്പോൾ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ മസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഐ മസ്റ്റ് ഗെറ്റ് ടു ദ എയർപോർട്ട് ബൈ 10 o'clock എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് നിർബന്ധമായും അവിടെ എത്തിച്ചേരണം എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ടാക്സി വിളിക്കണം. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ടാക്സി എന്തെങ്കിലും വേണ്ടി വരും. അതിനെങ്ങനെ എന്താ പറയുക? വി നീഡ് ടു കോൾ എ ടാക്സി അല്ലെങ്കിൽ വി നീഡ് ടു ഹയർ എ ടാക്സി, രണ്ടും പറയാം. അപ്പോൾ നമുക്ക് ട്രെയിനിലാണ് പോകേണ്ടത്, ബസ്സിനാണ് പോകേണ്ടതെങ്കിലൊക്കെ അപ്പോൾ നമ്മൾ എന്ത് പറയും? ലെറ്റസ് കോൾ എ ടാക്സി. നമുക്കൊരു ടാക്സി വിളിക്കാം. ഇനി നമുക്ക് ഫ്ലൈറ്റിനാണ് പോകുന്നതെങ്കിൽ പറയാം ഐ ആം ഫ്ലൈയിങ് ദർ. ഞാൻ ഫ്ലൈറ്റിനാണ് പോകുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങൾ ആരുടെടുത്തെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ ഫ്ലൈറ്റിനാണോ വിമാനത്തിനാണോ പോകേണ്ടതെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചോദിക്കാം? ആർ യു ടേക്കിംഗ് എ പ്ലെയിൻ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? ആർ യു ഫ്ലൈയിങ് ദർ? നിങ്ങൾ അങ്ങോട്ട് പറക്കുകയാണോ? നിങ്ങൾ ഫ്ലൈറ്റിനാണോ പോകുന്നത് എന്നർത്ഥം. നമുക്ക് നടന്നു പോവാം അവിടേക്ക്. വി ക്യാൻ വാക്ക് ദർ. നമുക്ക് അവിടേക്ക് നടന്നു പോകാം. അവിടേക്ക് എന്നുള്ളതിന് ദർ. നമുക്ക് അവിടേക്ക് നടന്നു പോവാം. നമുക്ക് അവിടേക്ക് ബോട്ടിലാണ് പോകുന്നതെങ്കിലോ വി ക്യാൻ ടേക്ക് ദ ബോട്ട് ദർ. നമുക്ക് അവിടേക്ക് ബോട്ടിന് പോവാം. അല്ലെങ്കിൽ നമുക്ക് വി ക്യാൻ ടേക്ക് ദ ട്രെയിൻ. നമുക്ക് ട്രെയിനിന് പോവാം. ഇറ്റ് ഈസ് ചീപ്പർ. ട്രെയിനിനാണ് പോകുന്നതെങ്കിൽ ചിലവ് കുറവാണ്. ഒരു ടാക്സി വിളിച്ചാൽ എന്താ? ഒരാളുടെ അടുത്ത് ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ ചോദിക്കുന്നതിന് നമ്മൾ വൈ നോട്ട് ഉപയോഗിക്കും. വൈ നോട്ട് കോൾ എ ടാക്സി? എന്തുകൊണ്ട് ഒരു ടാക്സി വിളിച്ചുകൂടാ? ഇനിയിപ്പോൾ നമുക്കൊരു ബൈക്കോ അതുപോലെ തന്നെ കാറോ എന്തെങ്കിലും റെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും? ഐ വുഡ് ലൈക്ക് ടു റെൻറ്റ് എ ബൈക്ക് അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹയർ എ ബൈക്ക്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ബൈക്ക് അല്ലെങ്കിൽ കാറ് നമുക്ക് റെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പലരും അത് ചെയ്യാറുണ്ട്. അതിന് നമുക്ക് ഇങ്ങനെയാണ് പറയുക, ഐ വുഡ് ലൈക്ക് ടു ഹയർ എ ബൈക്ക് അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു റെൻറ്റ് എ കാർ. എന്തുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകുന്നില്ല? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ നമ്മൾ വൈ നോട്ടാണ് ഉപയോഗിക്കുക. വൈ നോട്ട് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ഏർലി ഇൻ ദ മോർണിംഗ്? എന്തുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകുന്നില്ല? വൈ നോട്ട് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ഏർലി ഇൻ ദ മോർണിംഗ്? ഈ തെരുവിൽ നല്ല റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ? ഈ സ്ട്രീറ്റിൽ വല്ല നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈസ് ദർ എനി ഗുഡ് റെസ്റ്റോറൻറ്റ് ഇൻ ദി സ്ട്രീറ്റ്? ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റ് അല്ല, നിങ്ങൾക്ക് അവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് അവിടെ അതിൻ്റെ പേരവിടെ ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ഈസ് ഉപയോഗിച്ച് നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സിംഗുലർ നൗണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുന്ന പ്ലൂരൽ നൗണാണ് ഉപയോഗിച്ചതെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് പറയുമായിരുന്നു? ആർ ദർ എനി ഗുഡ് റെസ്റ്റോറൻറ്റ്സ് ഇൻ ദി സ്ട്രീറ്റ്? ഈ സ്ട്രീറ്റിൽ നല്ല റെസ്റ്റോറൻറ്റ്സ് വല്ലതും ഉണ്ടോ? ആർ ദർ എന്നാണ് നമ്മൾ പ്ലൂറൽസിൻ്റെ കൂടെ യൂസ് ചെയ്യുക. ഈസ് ദർ എന്നാണ് നമ്മൾ സിംഗുലർ നൗൺസിൻ്റെ കൂടെ യൂസ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ലെസൺസിൽ പഠിച്ചതാണ്. നമുക്ക് സ്റ്റേഷനിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? എത്തിച്ചേരാം എന്നുള്ളതിന് ചോദിക്കുക ഗെറ്റ് ടു ആണ്. അപ്പോൾ ഹൗ ഡു വി ഗെറ്റ് ടു ദ സ്റ്റേഷൻ? എങ്ങനെ എത്തിച്ചേരാം? ഹൗ ഡു വി ഗെറ്റ് ടു ദ സ്റ്റേഷൻ? ഹൗ ഡു വി ഗെറ്റ് ടു ദ സ്റ്റേഷൻ അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ റീച്ച് ദ സ്റ്റേഷൻ? എങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം? ഏത് ട്രെയിനാണ് ഞാൻ പിടിക്കേണ്ടത്? വിച്ച് ട്രെയിൻ ഡു ഐ ടേക്ക് അല്ലെങ്കിൽ വിച്ച് ട്രെയിൻ ഷുഡ് ഐ ടേക്ക്? രണ്ടും ചോദിക്കാം. ഏത് ട്രെയിനാണ് ഞാൻ പിടിക്കേണ്ടത്? വിച്ച് ട്രെയിൻ ഡു ഐ ടേക്ക്? കൊച്ചിയിലേക്ക് ഏത് ബസ്സാണ് പോകുന്നത്? വിച്ച് ബസ് ഗോസ് ടു കൊച്ചി അല്ലെങ്കിൽ വിച്ച് ട്രെയിൻ ഗോസ് ടു മാംഗ്ലൂർ? ഏത് ബസ്സാണ് കൊച്ചിയിലേക്ക് പോകുന്നത്? ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്? അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ദ ട്രെയിൻ ഫോർ ഡൽഹി? അപ്പോൾ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയാൻ വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ദ ട്രെയിൻ ഫോർ ഡൽഹി എന്ന് ചോദിച്ചാൽ മതി. ഇനി ചിലപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ വെച്ച് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വേറൊരു ട്രെയിനിലേക്ക് കയറേണ്ടി വരും. അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എയർപോർട്ടിൽ ഇറങ്ങി നമുക്ക് വേറെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് പിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പറയാൻ എന്താ പറയുക? യു നീഡ് ടു ചേഞ്ച് അറ്റ് മുംബൈ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുംബൈയിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ ട്രെയിൻ പിടിക്കണം അല്ലെങ്കിൽ വേറെ ഫ്ലൈറ്റ് പിടിക്കണം എന്നാണ് ആ സെൻറ്റൻസിന് അർത്ഥം. യു നീഡ് ടു ചേഞ്ച് അറ്റ് മുംബൈ. ഇനി ഏതെങ്കിലും ഒരു സ്ഥലമോ സ്ഥാപനമോ എന്തെങ്കിലും അടുത്താണോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈസ് ഇറ്റ് നിയർ ഹിയർ? അതിവിടെ അടുത്താണോ? ദൂരെയാണോ എന്നുള്ളത് ആണ് ചോദിക്കേണ്ടതെങ്കിൽ ഈസ് ഇറ്റ് ഫാർ അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ? ഈ വഴിക്കാണോ പോവേണ്ടത്? ഈസ് ഇറ്റ് ദിസ് വേ? ഈ വഴിക്കാണോ പോവേണ്ടത്? ട്രെയിൻ എത്ര മണിക്കാണ് പോകുന്നത്? എത്ര മണിക്കാണ് ഒരു കാര്യം ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ വാട്ട് ടൈമാണ് ഉപയോഗിക്കുക. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ ലീവ്? എത്ര മണിക്കാണ് ട്രെയിൻ പോകുന്നത്? ഇനി നമ്മൾ എപ്പോഴാണ് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത് എന്നാണെങ്കിൽ വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ് ഇൻ മുംബൈ? ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ എത്ര മണിക്കാണ് പോകുന്നതെന്ന് ചോദിക്കാം. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ ലീവ് എന്ന് ചോദിച്ചു. ഇനി ട്രെയിൻ എപ്പോഴാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതെന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് ചോദിക്കും? വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ് ഇൻ മുംബൈ? എത്ര മണിക്കാണ് ട്രെയിൻ മുംബൈയിൽ എത്തിച്ചേരുക? ഇനിയിപ്പോൾ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ട്രെയിൻ ഉള്ളതെന്നാണ് നമുക്ക് ചോദിക്കണ്ടെങ്കിലോ അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? ഹൗ ഓഫൺ ഡു ട്രെയിൻസ് ഗോ അല്ലെങ്കിൽ ഹൗ ഓഫൺ ഡു ട്രെയിൻസ് ലീവ്? എത്ര മിനിറ്റ് കൂടുമ്പോൾ എത്ര സമയം കൂടുമ്പോഴാണ്
ഒരു ട്രെയിൻ പോകുന്നത്? ഹൗ ഓഫൺ ഡു ട്രെയിൻസ് ലീവ്? അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം എവറി 5 minutes എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ 5 മിനിറ്റിലും ഒരു ട്രെയിൻ ഉണ്ട് എന്നർത്ഥം. ഇപ്പോൾ ബസ്സാണെന്നുണ്ടെങ്കിൽ എവറി 10 minutes എന്നാണ് ആൻസർ എങ്കിൽ അതിനർത്ഥം ഓരോ 10 മിനിറ്റിലും ഒരു ബസ് ഉണ്ട്. ബസ്സസ് ലീവ് എവറി 10 minutes എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 10 മിനിറ്റിലും ഒരു ബസ് ഉണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ എത്ര മണിക്കാണ് ചെന്നൈയിൽ എത്തുക? വാട്ട് ടൈം ഡു വി ഗെറ്റ് ടു ചെന്നൈ? അല്ലെങ്കിൽ വാട്ട് ടൈം ഡു വി അറൈവ് ഇൻ ചെന്നൈ? അറൈവ് ആണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഇൻ അല്ലെങ്കിൽ അറ്റ് ഉപയോഗിക്കണം. ഇപ്പോൾ ഗെറ്റ് ടു ആകുമ്പോൾ ഗെറ്റിന് ശേഷം ടു ഉപയോഗിച്ചു. റീച്ചിന് ശേഷം പ്രിപ്പോസിഷൻ ഒന്നുമില്ല. വാട്ട് ടൈം ഡു വി ഗെറ്റ് ടു ചെന്നൈ? നമ്മൾ എത്ര മണിക്കാണ് ചെന്നൈയിൽ എത്തുക? അല്ലെങ്കിൽ വാട്ട് ടൈം ഡു വി അറൈവ് ഇൻ ചെന്നൈ? നമ്മൾ എത്ര മണിക്കാണ് ചെന്നൈയിൽ എത്തിച്ചേരുക? ഫ്ലൈറ്റ് എത്ര സമയം എടുക്കും? ഇപ്പോൾ ഫ്ലൈറ്റ് ആയാലും ശരി, ട്രെയിനിന് പോവുകയാണെങ്കിലും ശരി, ജേണി എത്ര സമയം എടുക്കും എന്നാണ് നമുക്ക് ചോദിക്കേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഹൗ ലോങ് ഈസ് ദ ഫ്ലൈറ്റ്? എത്ര സമയം എടുക്കും യാത്ര? അല്ലെങ്കിൽ യാത്ര എത്ര സമയം എടുക്കുന്നുള്ളതെന്ന് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഹൗ ലോങ് ഡസ് ദ ജേർണി ടേക്ക്? എത്ര സമയം ആ യാത്ര എടുക്കും? ഹൗ ലോങ് ഡസ് ദ ജേർണി ടേക്ക്? അങ്ങോട്ട് നടന്നു പോവുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു വാക്ക് ദർ? അങ്ങോട്ട് നടന്നു പോവുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു വാക്ക് ദർ? അങ്ങോട്ട് നടന്നു പോകാൻ ഇത്ര സമയം എടുക്കും എന്നുള്ളതിന് 10 minutes എന്നോ എന്താണെന്ന് വെച്ചാൽ ആൻസർ പറയാം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു വാക്ക് ദർ? അല്ലെങ്കിൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഗോ ദർ ബൈ കാർ? കാറിന് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും എന്ന് ചോദിക്കാനും നമുക്ക് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എന്ന് പറയുമ്പോൾ എത്ര സമയം എടുക്കും? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര പൈസയാവും? വാട്ട് ടൈം എന്ന് പറയുമ്പോൾ ഏത് സമയത്ത്? അപ്പോൾ ഇത്രയും ഈ എക്സ്പ്രഷൻസ് എല്ലാം, ഈ സെന്റൻസസ് എല്ലാം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയ സെന്റൻസസ് ആണ്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം മറക്കാതെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.